ഓം നമോ നാരായണായ. മഹാഭാഗവതം അധ്യായം 28. ഇന്ന് നമ്മൾ പറയുന്നത് കൈലാസഗമനവും പ്രത്യുപ്ന ജനനവും. വിവാഹാനന്തരം പരമാനന്ദകരമായ ദാമ്പത്യസുഖം അനുഭവിച്ച് വാഴുന്ന കാലത്ത് ഒരു നിശാവേളയിൽ ശയനമണിയറയിൽ വെച്ച രുക്മിണി ഒരു സന്താന ലാഭത്തിനു വേണ്ടി അനുഗ്രഹിക്കണമെന്ന് പ്രാണപതിയോട് അഭ്യർത്ഥിച്ചു. ഒരു സ്ത്രീയായാൽ അവൾ ഒരു മാതാവാകാൻ ആഗ്രഹിക്കും. മാതൃത്വമാണ് അവളുടെ ജീവിതം ധന്യമാക്കി തീർക്കുന്നത്. അതുകൊണ്ട് നിന്റെ ആഗ്രഹം ഒരിക്കലും തെറ്റല്ല. നിന്നിലുണ്ടാകുന്ന പ്രഥമ പുത്രൻ കാമദേവാംശജനായിരിക്കണമെന്ന് കമലാസന വിധിയുണ്ട്. ആയതിനാൽ കാമവൈരിയായ പരമശിവന്റെ അനുഗ്രഹം കൂടി ഈ പുത്രലാഭത്തിന് ആവശ്യമാണ്. ഈ വിധം പ്രിയതമയെ സമാധാനപ്പെടുത്തി അന്നത്തെ രാത്രി കഴിച്ചുകൂട്ടിയതിനു ശേഷം അടുത്ത ദിവസം പ്രഭാതത്തിൽ കൃഷ്ണൻ യാദവ നേതാവായ ഉഗ്രസേനൻ, ശൂരസേനൻ, ഉദ്ധവർ, സാത്യകി തുടങ്ങിയവരെ സഭാമണ്ഡപത്തിൽ വിളിച്ചു വരുത്തി പറഞ്ഞു: പുണ്യദേവാലയമായ ബദര്യാശ്രമം വരെ ഒന്ന് പോയാൽ കൊള്ളാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മോക്ഷപ്രദമായ നരനാരായണ വിഗ്രഹത്തെ ദർശിച്ച് കഴിയുന്നതും വേഗം ഞാൻ തിരിച്ചു വരാം. രാജ്യഭരണ വിഷയത്തിൽ നിങ്ങളെല്ലാവരും ഏകമനസ്സോടെ പ്രവർത്തിക്കണം. ജ്യേഷ്ഠനോടും കൂടി എല്ലാ കാര്യങ്ങളും ആലോചിക്കണം. ശത്രുക്കൾക്ക് പ്രവേശിക്കാനുള്ള യാതൊരു പഴുതും നൽകരുത്. ധർമ്മകാര്യങ്ങൾക്ക് വിലോപം വരുത്തരുത്. അനീതിയെ ചെറുക്കണം, നീതിയെ പുലർത്തണം. സഭ പിരിഞ്ഞതിനു ശേഷം ഭഗവാൻ ഏകനായി ആരാമത്തിൽ പ്രവേശിച്ച് ഗരുഡനെ മനസ്സിൽ ചിന്തിച്ചു. ഗരുഡൻ ഭഗവാന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ പറഞ്ഞു: എനിക്ക് മൃത്യുഞ്ജയ ദർശനത്തിനു വേണ്ടി കൈലാസം വരെ പോകണം. ഉടൻ വൈനതയൻ ചിറകുകൾ പരത്തി ഭൂമിയിലേക്ക് താഴ്ന്നു. നന്ദാത്മജൻ അവന്റെ കണ്ഠത്തിൽ ആരൂഢനായി. തൽക്ഷണം താർഷ്യൻ ഗഗനത്തിലേക്ക് ഉയർന്നു കൈലാസപർവ്വതം ലക്ഷ്യമാക്കി പറക്കാൻ തുടങ്ങി. ഗരുഡവാഹനനായി ഗഗനവീഥിയിൽ സഞ്ചരിക്കുന്ന ജഗന്മോഹനെ കണ്ട് പരമാനന്ദ വായ്പോടെ ദേവഗന്ധർവ കിംപുരുഷന്മാരും നാരദാദി ബ്രഹ്മർഷി മുഖ്യരും അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് കൂടെ സഞ്ചരിച്ചു. മാർഗമധ്യേ ബദര്യാശ്രമം കണ്ട് ബലഭദ്രാനുജൻ അവിടെ ഇറങ്ങി. ബദര്യാശ്രമത്തിലേക്ക് പോകുന്നു എന്നാണല്ലോ അദ്ദേഹം യാദവ നേതാക്കളോട് പറഞ്ഞത്. ആ വാക്ക് സത്യമാക്കണം. കൂടാതെ തന്നെ കാണുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അനവധി മുനികളും ഭക്തന്മാരും അവിടെ തപസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ദർശനവും നൽകണം. ഈ ഉദ്ദേശത്തോടെ കൂടിയാണ് ഉത്തമ പുരുഷനായ കൃഷ്ണൻ അവിടെ ഇറങ്ങിയത്. കമനീയ ദിവ്യാകൃതിയോട് കൂടിയ കാർകൊണ്ടൽ വർണ്ണനെ കണ്ട് അവിടെ തപസ് ചെയ്തുകൊണ്ടിരുന്ന മഹർഷികളും ഭക്തന്മാരും തങ്ങൾ കാണുവാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണിതെന്നുള്ള ഒരു വിശ്വാസത്തോടെ അദ്ദേഹത്തെ എതിരേറ്റ് തൃപാദങ്ങളിൽ പ്രണമിച്ചു. തൻ്റെ ദർശനം മോഹിച്ചിരുന്ന അവർക്ക് നയന സാഫല്യം നൽകി അദ്ദേഹം അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു. പിശാചുരൂപികളും പ്രാകൃതന്മാരുമായിരുന്ന ഖണ്ഡൻ, കർണൻ തുടങ്ങിയ ശിവഭൂതഗണങ്ങളെ ശിവപ്രിയനായ കേശവൻ തൃക്കൈകളാൽ സ്പർശിച്ച് സുന്ദര രൂപികളാക്കി തീർത്തു. തങ്ങളെ കൂടി കൈലാസത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് മുനികളും ഭക്തന്മാരും അപേക്ഷിച്ചതനുസരിച്ച് ഭഗവാൻ അവരെയും കൂടി ഗരുഡന്റെ മുകളിൽ കയറ്റി കൈലാസയാത്ര തുടർന്നു. മുരാന്തകനും പുരാന്തകനും തമ്മിലുള്ള കൂടിക്കാഴ്ച കാണുവാനായി വിരിഞ്ചദേവനും വിബുദ്ധന്മാരും യക്ഷ, ഗന്ധർവ, കിംപുരുഷ ചാരണന്മാരും പ്രഹ്ലാദൻ തുടങ്ങിയ ഭക്തന്മാരായ അസുരന്മാരും ശിവഭക്തനായ ബാണാസുരനും വഹ്നി, വരുണൻ, കുബേരൻ, യമൻ, വായു, നിര്യതി, ഇന്ദ്രൻ തുടങ്ങിയ അഷ്ടദിക്പാലകന്മാരും നാരദാദി മുനിസത്തമന്മാരും സ്തോത്രഗീതങ്ങൾ പാടിക്കൊണ്ട് കൈലാസത്തിലാഗമിച്ചു. ആകാശത്തിൽ ദേവവിമാനങ്ങൾ നിരന്നു. ആദിത്യചന്ദ്രന്മാരും പരമദീപ്തിയോടെ ആകാശ നീലപ്പരപ്പിൽ പ്രത്യക്ഷപ്പെട്ടു. കൃഷ്ണൻ അവതാരമാണെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും അദ്ദേഹത്തിൻ്റെ വൈഭവം എത്രമാത്രമുണ്ടെന്നറിയുവാനുള്ള ആകാംക്ഷയാണ് അവിടെ ആഗമിക്കുവാൻ അവരെ പ്രേരിപ്പിച്ചത്. അത്ഭുതം, അത്ഭുതം! വൈകുണ്ഠവും കൈലാസവും ഒന്നായി ഭക്തജനങ്ങൾ അവിടെ ദർശിച്ചു. സുരഭിലങ്ങളായ കുസുമ സഞ്ചയങ്ങൾ വിടർന്നു. പരിമളഭരനായ മന്ദാനിലൻ വീശി. പക്ഷിജാലങ്ങൾ കളകൂജിത ഗാനങ്ങൾ മുഴക്കി. പാവനമായ ഗംഗ
കല്ലോലരഹിതമായും മന്ദമായും ഒഴുകി. വിഷ്ണു പാർഷദന്മാരും ശിവപാർഷദന്മാരും ഭേദമില്ലാതെ കാണപ്പെട്ടു. വൃന്ദാവനസുന്ദരന്റെ ആഗമന വൃത്താന്തം ജ്ഞാനദൃഷ്ട്യാ സോമസുന്ദരമൂർത്തി അറിഞ്ഞു. അംബികാസമേതം വൃഷഭാരൂഢനായി ഭൂത വേതാള യക്ഷ കിന്നര സഞ്ചയങ്ങളോടും ഗണനാഥ സ്കന്ധാദിതനന്മാരോടും കൂടി സർപ്പഭൂഷണനായി സർപ്പകുണ്ഡലനായി ശൂലധാരിയായി പിംഗലേക്ഷനായി മംഗല ത്രിനേത്രനായി ശാർദൂല ചർമ്മധാരിയായി സർവാംഗ ഭസ്മലേപിതനായി ചന്ദ്രകലാധരനായി ഗംഗാ മകുടഭാസിതനായി ചെന്താമരക്കണ്ണന്റെ സന്നിധിയിൽ വന്ന് വൃഷഭത്തിന്റെ മുകളിൽ നിന്നും താഴെ ഇറങ്ങി അദ്ദേഹത്തെ കൈകൂപ്പി സ്വാഗതം ചെയ്തു. ഭഗവാൻ കൃഷ്ണനും പക്ഷീന്ദ്ര കണ്ഠത്തിൽ നിന്നും അവരോഹണം ചെയ്ത് പശുപതിയെയും പാണിപങ്കജങ്ങൾ കൂപ്പി വന്ദിച്ചു. പരസ്പരം അവർ ഗാഠാലിംഗനം ചെയ്തു. ആ സമയം അവർ ഒന്നായി ചേർന്ന് അപ്രത്യക്ഷമായി. ദേവകളും മുനികളും അഷ്ടദിക്പാലകരും ഗന്ധർവാദികളും എല്ലാം ഭക്തി വിവശരായി ആനന്ദ പുളകം പൂണ്ടു നിന്നുപോയി. മലർമകൾ കാന്തനായ മാധവ കൃഷ്ണനും മലമകൾ കാന്തനായ പരമശിവനും ഒന്നു തന്നെയാണെന്ന് കണ്ട് ജയ ജയ കൃഷ്ണ കൃഷ്ണ, ജയ ജയ കൈലാസപതേ എന്നവർ ഉച്ചത്തിൽ വാഴ്ത്തി സ്തുതിച്ചു. പെട്ടെന്ന് അപ്രത്യക്ഷമായ അവസ്ഥ വെടിഞ്ഞ് ഇന്ദുചൂടനും ഇന്ദിരാപതിയും വേറെ വേറെയായി പ്രത്യക്ഷീഭവിച്ചു. വിഷ്ണുവായ കൃഷ്ണനും ശിവനും ഒന്നു തന്നെയാണെന്നുള്ള ബോധം ദേവാദികൾക്കും മുനികൾക്കും മറ്റു കാണികൾക്കും ക്ഷണനേരത്തേക്ക് തോന്നിയെങ്കിലും വിഷ്ണുമായയാൽ അവർ അത് വിസ്മരിച്ച് ശിവനും വിഷ്ണുവും വേറെ വേറെയാണെന്നുള്ള തോന്നൽ അവർക്കുടനെ ഉണ്ടായി. കൈലാസപതി കമലാപതിയെ ആലിംഗനം ചെയ്ത് കൂട്ടിക്കൊണ്ടുപോയി ഭദ്രപീഠത്തിലിരുത്തി അർഘ്യപാദാദികളാൽ ഉപചാരങ്ങൾ ചെയ്തതിനു ശേഷം ചോദിച്ചു, ഹേ സനാതനമൂർത്തി ജനാർദ്ദന, അങ്ങ് ഇപ്പോൾ ഇവിടേക്ക് എഴുന്നള്ളാനുള്ള കാരണം എന്താണെന്ന് അരുളി ചെയ്താലും. അങ്ങയുടെ പാദപാംസുകളാൽ ഈ കൈലാസം ധന്യധന്യമായി തീർന്നിരിക്കുന്നു. കൃഷ്ണൻ പറഞ്ഞു, ചന്ദ്രചൂഡപ്രഭു, അംബികാപതി, അങ്ങയെ തൃക്കൺ പാർക്കാൻ വന്നിരിക്കുന്നത് പുത്രലാഭത്തിന് വേണ്ടിയാണ്. കാമദേവാംശജനായ ഒരു നന്ദനനാണ് എനിക്ക് ആദ്യം ഉണ്ടാകേണ്ടത്. അതാണ് കമലാസന വിധി. നിന്തിരുവടി കാമദേവ ശത്രുവാണ്. ആയതിനാൽ വിധിപ്രകാരം ആ പുത്രനുണ്ടാകുന്നതിന് നിന്തിരുവടി അനുഗ്രഹിക്കണം. മൃത്യുഞ്ജൻ മധുരമായി അരുളി ചെയ്തു, ഹേ മധുസൂദന, മായാമാധവ, ലോകപിതാവായ അങ്ങയ്ക്ക് ഒരു തനയനുണ്ടാകുന്നതിന് എൻ്റെ അനുഗ്രഹം വേണമോ? മന്മഥൻ അങ്ങയുടെ പുത്രനായി ജനിക്കാൻ യോഗമുള്ളവനായതുകൊണ്ടാണ് മന്മഥ വൈരി എന്നുള്ള നിലയിൽ ചില രഹസ്യങ്ങൾ അങ്ങയെ ഞാൻ ധരിപ്പിക്കാം. എൻ്റെ നിടിലാക്ഷ വഹ്നിയിൽ പണ്ട് ദഹിച്ചുപോയ കാമദേവൻ ലോകോപകാരാർത്ഥം വീണ്ടും ജന്മമെടുത്തു എങ്കിലും അവനിൽ അന്തർഭവിച്ചിരുന്ന ഒരു മഹാചൈതന്യം ഇന്നും ജന്മം ലഭിക്കാതെ അവശേഷിക്കുകയാണ്. അവൻ്റെ പത്നിയായ രതി ആ അവശിഷ്ട കാമചൈതന്യത്തിൻ്റെ പുനരുദ്ധാരണത്തിനു വേണ്ടി ഇന്നും എന്നെ സേവിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ അവൻ അങ്ങയുടെ പത്നി രുക്മിണിയിൽ ഒരു പുത്രനായി ജനിക്കാൻ ഞാൻ അനുഗ്രഹിക്കുന്നു. യദുവംശത്തിൽ അവൻ പ്രഖ്യാതനായി തീരും, ലോകൈക സുന്ദരനായും ഭവിക്കും. പരമശിവ ഭാഷിതം കേട്ട് സന്തുഷ്ടനായ പരന്താമൻ കൃതജ്ഞതയോടെ മഹേശ്വര പാദങ്ങളെ നമസ്കരിച്ചു. രണ്ടുപേരും ഗാഠാശ്ലേഷം ചെയ്ത് പരസ്പരം യാത്ര പറഞ്ഞു. ദേവ ഗന്ധർവ മാമുനികളും മറഞ്ഞു. പതംഗപ്രവരന്റെ ഗളതലത്തിലേറി പീതാംബരൻ അടുത്ത ദിവസം ദ്വാരകയിൽ എത്തി. പരമശിവന്റെ അനുഗ്രഹ വൃത്താന്തം ധർമ്മപത്നിയെ ധരിപ്പിച്ചു. താമസിയാതെ വൈദർഭി ഗർഭം ധരിക്കുകയും ചെയ്തു. പണ്ട് ശംബരൻ എന്ന ഒരു അസുരപ്രവരൻ താർമകനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കി. എന്തു വരം വേണമെന്ന് വിരിഞ്ചൻ ചോദിച്ചപ്പോൾ ആരാലും താൻ വധിക്കപ്പെടാൻ പാടില്ലെന്നും അഥവാ വധിക്കപ്പെടണമെങ്കിൽ കാമദേവനാൽ മാത്രമായിരിക്കണമെന്നും അവൻ വരം ആവശ്യപ്പെട്ടു. നാൻമുഖൻ അവൻ ചോദിച്ച വരം ദാനം ചെയ്തു തിരോഭൂതനായി.
കാമദേവൻ കാലാരിയുടെ നേത്രാഗ്നിയിൽ ദഹിച്ചു പോയിരിക്കുന്നതിനാൽ ഇനി ജനിക്കയില്ലെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെയാണ് ശംബരൻ അപ്രകാരം ഒരു വരം ആവശ്യപ്പെട്ടത്. മന്മഥന്റെ മരണശേഷം പത്നിയായ രതിയുടെ തപസ്സിന്റെ ഫലമായി ലോകോപകാരാർത്ഥം അദ്ദേഹം വീണ്ടും ജനിച്ചു. എങ്കിലും പൂർണ്ണകലയോടുകൂടി അദ്ദേഹം ജനിക്കാതിരുന്നതിനാൽ ശംബരവധത്തിന് അദ്ദേഹം പ്രാപ്തനായിരുന്നില്ല. ഒരു ദിവസം രതി ദുഃഖാർത്ഥയായിരുന്ന് കരയുന്ന അവസരത്തിൽ നാരദമുനി അവിടെ എഴുന്നള്ളി അവളോട് പറഞ്ഞു, ബാലേ, നീ സങ്കടപ്പെടാതിരിക്കൂ. നിന്റെ ഭർത്താവ് പൂർണ്ണ കലാംശത്തോടുകൂടി ഇനിയൊരു മനുഷ്യനായി ജനിക്കും. മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീകൃഷ്ണന്റെ പുത്രനായിട്ടായിരിക്കും അവൻ ജനിക്കുന്നത്. സംഗതിവശാൽ ശത്രുവായ ശംബരന്റെ ഗ്രഹത്തിൽ അവൻ വളരാൻ ഇടവരും. അതുകൊണ്ട് നിന്നിലുള്ള മായാശക്തിയാൽ മറ്റൊരു നാരീ വടിവു ചമഞ്ഞ് മായാവതി എന്ന നാമധേയത്തിൽ ശംബരന്റെ ഗൃഹത്തിൽ പോയി താമസിക്കൂ. എല്ലാം മംഗളമായി കലാശിക്കും. ഈ വിധം സമാധാനപ്പെടുത്തി വിധിസുതൻ മറഞ്ഞു. മുനീന്ദ്രന്റെ ഉപദേശപ്രകാരം രതി തന്റെ യാഥാർത്ഥ്യം മറച്ച് ആകൃതിയിലും പ്രകൃതിയിലും വ്യത്യാസം വരുത്തി മായാവതി എന്ന പേരിൽ ഒരു വേലക്കാരി എന്ന മട്ടിൽ ശംബരനെ ചെന്ന് കണ്ട് അവന്റെ പാചകിയായി തീർന്നു. അവൾ എന്തു പാകപ്പെടുത്തി കൊടുത്താലും അവനത് ഇഷ്ടവും തൃപ്തിയുമായിരുന്നു. അക്കാലത്ത് രുക്മിണിയുടെ ഗർഭം ക്രമേണ പൂർണ്ണമായിക്കൊണ്ടിരുന്നു. നാരദന്റെ പിന്നത്തെ ഗതി ശംബരന്റെ അടുക്കലേക്കായിരുന്നു. ഒരു ദിവസം മുനീന്ദ്രൻ ശംബരനെ കണ്ടറിയിച്ചു, ഹേ അസുരപ്രവര, അങ്ങ് ലോകഗതിയൊന്നും അറിയുന്നില്ലേ? അങ്ങയുടെ ശത്രു ഇതാ ജനിക്കാൻ തുടങ്ങുന്നു. ശ്രീകൃഷ്ണന്റെ പത്നിയായ രുക്മിണി ദേവിയുടെ ഉദരത്തിൽ കിടന്നു വളരുന്നത് അങ്ങയുടെ ഘാതകനായ കാമദേവനാണ്. സൂക്ഷിച്ചുകൊള്ളൂ, രക്ഷപ്പെടാനുള്ള മാർഗം നോക്കിക്കൊള്ളുക. പത്മാസന തനയൻ ഇത്രയും പറഞ്ഞ് മറഞ്ഞതിനു ശേഷം ശംബരൻ രുക്മിണിയുടെ ഗർഭത്തിന്റെ അവസ്ഥകളെക്കുറിച്ച് നിത്യവും രഹസ്യമായി അന്വേഷിച്ചുകൊണ്ടിരുന്നു. ഒരു ശുഭമുഹൂർത്തത്തിൽ ശുഭാംഗിയായ രുക്മിണി ദേവി കോമളനായ ഒരു ആൺ പൈതലിനെ പ്രസവിച്ചു. ആ സമയം തൻ്റെ അപ്രമേയ മായാശക്തിയാൽ ശംബരൻ പ്രസവശയ്യയിൽ കിടന്ന മാതാവിനെ മയക്കി പ്രജയെ അപഹരിച്ചു കൊണ്ടുപോയി കടലിൽ എറിഞ്ഞുകളഞ്ഞു. താൻ പ്രസവിച്ച ഓമൽ പൈതൽ നിമിഷനേരം കൊണ്ട് അപ്രത്യക്ഷനായത് കണ്ട് രുക്മിണി ദേവി സഹിക്കവയ്യാത്ത സങ്കടത്തോടെ ദുഃഖത്തോടുകൂടി വാവിട്ട് കരഞ്ഞു. കമലനയനൻ വന്ന് പ്രിയതമയെ സാന്ത്വനപ്പെടുത്തി. കാമദേവന്റെ പുനർജന്മമായി അവൻ ജനിച്ചു. ലോക വ്യാപാരത്തിനു വേണ്ടി അവൻ മറഞ്ഞു എന്ന് സമാധാനിക്കുക. ഇനി വീണ്ടും അവൻ പ്രത്യക്ഷപ്പെടും. ശംബരൻ സമുദ്രത്തിലെറിഞ്ഞ പ്രജയെ ഒരു മത്സ്യം കുത്തിവിഴുങ്ങി. താമസം വിന ഒരു മുക്കുവന് ആ മത്സ്യത്തെ വലയിൽ കെട്ടി. കാഴ്ചയിൽ പ്രത്യേകം ഭംഗിയും ശോഭയും ഉണ്ടായിരുന്ന ആ മീനിനെ അദ്ദേഹം ദേശാധിപനായ ശംബരാസുരന് കാഴ്ചയായി വെച്ചു. ദൈത്യേന്ദ്രൻ സന്തോഷപൂർവ്വം അതെടുത്ത് മായാവതിയെ വിളിച്ച് പാചകം ചെയ്യാനായി ഏൽപ്പിച്ചു. അനന്തരം അവൻ നായാട്ടിനായി പുറത്തേക്കിറങ്ങി. പാചകം ചെയ്യാനായി മത്സ്യത്തെ കീറിയപ്പോൾ ദിവ്യ തേജസ്സോടു കൂടിയ ഒരു കൊച്ച് മനോഹര പൈതൽ അതിലിരിക്കുന്നത് കണ്ട് മായാവതി അത്ഭുതപ്പെട്ടു. പണ്ട് നാരദർ പറഞ്ഞ വാക്കുകൾ ആ നാരീമണി ഓർമ്മിച്ചു. ആ ശിശു തൻ്റെ ഭർത്താവായ മലർബാണന്റെ പുനർജന്മമായിരിക്കുമോ എന്ന് ആ മനോഹരിയുടെ മനതാരിൽ സംശയം തോന്നി. ആ സമയം വിരിഞ്ചസുനു വീണ്ടും അവിടെ സമാഗമിച്ച് ആ ശിശുവിൻ്റെ ജനന രഹസ്യം മുഴുവനും അവളെ ധരിപ്പിച്ചു. കാമദേവൻ പൂർണ്ണ കലാംശത്തോടെ ശ്രീകൃഷ്ണ പുത്രനായി രുക്മിണി ദേവിയിൽ പിറന്നിരിക്കുന്നു എന്നും ശംബരാസുരൻ ആ പ്രജയെ മായാശക്തിയാൽ അപഹരിച്ച് കടലിൽ എറിഞ്ഞിട്ടുള്ളതാണെന്നും ഒരു മത്സ്യം അതിനെ കൊത്തി വിഴുങ്ങിയെന്നും ആ മത്സ്യത്തെയാണ് മായാവതിക്ക് ലഭിച്ചിട്ടുള്ളതെന്നും ആ ശിശുവിനെ ശംബരൻ അറിയാതെ സൂക്ഷിച്ചു വളർത്തണമെന്നും മറ്റുള്ള അങ്ങനെയുള്ള എല്ലാ വിവരങ്ങളും വിധിപുത്രൻ വിധുമുഖിയെ ധരിപ്പിച്ചു. അതനുസരിച്ച് മായാവതി തൻ്റെ മായയാൽ മറ്റാരും അറിയാതെ ആ ശിശുവിനെ തൻ്റെ ഭർത്താവെന്നുള്ള നിലയിൽ ഏറ്റവും സ്നേഹപൂർവ്വം പരിപാലിച്ച് വളർത്തി. ബാക്കി നമുക്ക് നാളെ പറയാം.